അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 6 മീഡിയം സൈസ്ഡ് ഓണിയനാണ്. അപ്പോൾ നിങ്ങൾ തിന്നാഴ്ച വേണം കട്ട് ചെയ്യാൻ, കാരണം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഓണിയനിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത ശേഷം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിൽ നമ്മൾ ഫ്രൈ ചെയ്ത ഓണിയൻ ഇടാം. എന്നിട്ട് ഇതിലേക്ക് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ചിക്കൻ ഇടാം. ഇതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ചതച്ചതും അതിനനുസരിച്ച് കാശ്മീർ റെഡ് ചില്ലി പൗഡറും പിന്നെ ഇതിലേക്ക് കുറച്ചധികം കൊറിയാണ്ടർ പൗഡറും കൂടി ചേർക്കണം. 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും പിന്നെ ഇതിലേക്ക് മല്ലിയിലയും പിന്നെ പുതിനയും കൂടി 1 കപ്പ് എന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ എൻ്റെ അടുത്ത് പുതിന ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില മാത്രമായിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കേടും കീജിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ട് നിങ്ങൾ ഇതേ ഇതിൽ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് കുറച്ചധികം നമ്മൾ പുറത്ത് ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പിന്നെ അധികമായിട്ട് വെച്ചിട്ടില്ല. നമ്മൾ ചിക്കൻ്റെ ഇവിടെ മസാല ഒക്കെ റെഡി ആയാൽ നിങ്ങളത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 കപ്പ് റൈസാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്ത വെള്ളത്തിൽ പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇതൊക്കെ ചേർക്കണം. നമ്മൾ റൈസ് കുക്കായിട്ട് വന്നാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ മസാലയിൽ തന്നെ ഈ ചോറ് അങ്ങ് ഇടാം. അപ്പം നമ്മൾ 2 ലെയറായിട്ടാണ് ഇടേണ്ടത്. ആദ്യം നമ്മൾ കുറച്ച് ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ 6 kgയും പിന്നെ കുറച്ച് ഉള്ളിയും മല്ലിച്ചപ്പെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വെതിരെടുക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, ചോറിട്ടെടുക്കുക. ഇതേ വീണ്ടും 6 kg സ്പ്രെഡ് ചെയ്യുക. ദെൻ ഉള്ളി ഫ്രൈ ചെയ്തതും മല്ലിയിലയും കൂടി ചേർക്കാം. നമ്മൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.